ജിബു ജേക്കബ് സംവിധാനം ചെയ്ത ഫോർഗീവ് ദ ജോയ് ഓഫ് ഗിവിംഗ് എന്ന ഡോക്യുമെന്ററി ചിത്രം പുറത്തിറങ്ങി. ഡേവിസ് ചിറമേൽ, ഫ്രാൻസിസ് മാത്യു എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. അവയവദാനത്തെ അടിസ്ഥാനമാക്കിയുള്ള ചിത്രത്തിൽ റോയ്, മിലി തുടങ്ങി നിരവധി അവയവദാതാക്കളും അവയവ സ്വീകർത്താക്കളും അഭിനയിച്ചിട്ടുണ്ട്. അത് ചിതയിലോ മണ്ണിലോ അലിഞ്ഞില്ലാതായി തീരുന്നതിന് മുമ്പ് അവയവം ദാനം ചെയ്യാം എന്നൊരു വലിയൊരു പാഠമാണ് നാം പഠിക്കേണ്ടത്. അവയവദാനം മഹാദാനമാണ്. അവയവദാനത്തെക്കുറിച്ച് സമൂഹത്തിൽ നിലനിൽക്കുന്ന തെറ്റായ ചിന്താഗതികളിൽ മാറ്റമുണ്ടാവണമെന്ന ആശയമാണ് ചിത്രത്തിനു പിന്നിലെന്ന് അണിയറ പ്രവർത്തകർ പറഞ്ഞു. സമൂഹത്തിന് നല്ല സന്ദേശം നൽകുന്ന ഡോക്യുമെന്ററി ചിത്രത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് സംവിധായകൻ ജിബു ജേക്കബ് വ്യക്തമാക്കി. ഓർഗൻ ഡൊണേഷനെ കുറിച്ച് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ സിനിമകളിലൂടെയും ബാക്കി മാധ്യമങ്ങളിലൂടെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഇല്ലാ കഥകൾ, അത് അതിൻ്റെ വായടയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നമുക്ക് ചെയ്യേണ്ടിയിരുന്നത്. എനിക്ക് അതിനേക്കാളുപരി എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് ആണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കിട്ടിയൊരു വലിയ ഭാഗ്യമാണ്. അച്ഛൻ ഇങ്ങനെ ഒരു ഭാഗ്യം ചെയ്ത് തരാൻ പറ്റി. നമ്മളിപ്പോൾ സിനിമ ചെയ്തിട്ട് 2 വർഷമായെങ്കിൽ പോലും വലിയ സന്തോഷം ഇങ്ങനെ ഒരു വലിയ ഇത് ചെയ്യാൻ പറ്റി. ഓക്കെ. സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ സിനിമയെ അഭിനന്ദിച്ചു മമ്മൂട്ടി. സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ ഗംഭീരം എന്ന സന്ദേശം വാട്സപ്പ് വഴി അജു വർഗീസിന് അയച്ചുകൊണ്ടാണ് നടൻ അഭിനന്ദനം അറിയിച്ചത്. മമ്മൂട്ടിയുടെ വാട്സപ്പ് സന്ദേശത്തിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവെച്ച് അണിയറ പ്രവർത്തകർ പറയാൻ വാക്കുകളില്ല, നന്ദി മമ്മൂക്ക എന്ന കുറിപ്പോടെ സംവിധായകൻ വിനേഷ് വിശ്വനാഥനാണ് പോസ്റ്റ് പങ്കുവെച്ചത്. വിവിധ ഭാഷകളിൽ ചിത്രീകരിച്ച ഗുഡ് ബൈ മൗണ്ടൻ എന്ന ചിത്രം ജൂലൈ 25-ന് തിയേറ്ററുകളിലെത്തും. ഹിന്ദി, ബംഗാളി, ഭോജ്പുരി എന്നീ ഭാഷകളിലായാണ് ചിത്രം പുറത്തിറങ്ങുന്നത്. WM മൂവീസിന്റെ ബാനറിൽ NK മുഹമ്മദാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ദ്രാസീസ് ആചാര്യയാണ് രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. കൊൽക്കത്തയിലും കേരളത്തിലുമായിരുന്നു ചിത്രീകരണം. ഋതുപർണ സെൻ, ഇന്ദ്രനിൽ സെൻഗുപ്ത, അനിർബാൻ, അനന്യ തുടങ്ങിയ താരനിരകൾക്കൊപ്പം യുവതാരങ്ങളും അഭിനയിച്ചിട്ടുണ്ട്. ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന സുമതി വളവ് എന്ന ചിത്രം ഓഗസ്റ്റ് 1-ന് റിലീസ് ചെയ്യും. സംവിധായകൻ വിഷ്ണു ശശിയും തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ളയുമാണ്. കുടുംബ പശ്ചാത്തലത്തിലുള്ള ത്രില്ലർ ചിത്രമാണ് സുമതി വളവെന്ന് അണിയറ പ്രവർത്തകർ പറഞ്ഞു. അർജുൻ അശോകൻ, ബാലു വർഗീസ്, ഗോകുൽ സുരേഷ് തുടങ്ങിയ വൻ താരനിര തന്നെ ചിത്രത്തിലുണ്ട്. തമിഴ് നടൻ വിശാൽ പുതിയ ചിത്രവുമായി എത്തുന്നു. അടുത്തിടെ പുറത്തിറങ്ങിയ മതഗജരാജ എന്ന ചിത്രം വൻ ഹിറ്റായിരുന്നു. ഇത് വിശാലിന്റെ 35-ാം ചിത്രമാണ്. സൂപ്പർഹുഡ് ഫിലിംസിന്റെ ബാനർ നിർമ്മിക്കുന്ന 95-ാമത്തെ ചിത്രമാവും ഇത്. വിശാലിനൊപ്പം സംവിധായകൻ രവി അരസും ഒരുമിക്കുന്ന ആദ്യ സിനിമയെന്ന പ്രത്യേകതയുമുണ്ട്. നരേനെ നായകനാക്കി ഒരുക്കുന്ന സാഹസം ചിത്രത്തിന്റെ ടീസർ പുറത്തിറങ്ങി. യുവത്വത്തിന്റെ തിമിർപ്പും ദുരൂഹതകളും കോർത്തിണക്കിയുള്ള ത്രില്ലർ സിനിമയാണ്. ഫെൻഡ്രോ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ റിനീഷ് KN നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ സംവിധായകൻ ബിപിൻ കൃഷ്ണയാണ്.